വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അമ്മ പറഞ്ഞനുസരിക്കാതെ ഷിയാൻ സയൻസ് ക്ലാസ്സിൽ ചേരാൻ അപേക്ഷ നൽകിയതിന് അമ്മ അവളെ വഴക്ക് പറയുന്നിടത്താണ് ലാസ്റ്റ് എപ്പിസോഡ് അവസാനിച്ചത്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ എന്തു മാർഗം സ്വീകരിച്ചാണെങ്കിലും ഷിയാനെ ആർട്സ് ക്ലാസ്സിലേക്ക് മാറ്റിയേ പറ്റൂ, ഇല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കുകയും തുണി കഴുകുകയും ഒക്കെ ചെയ്താൽ മതി, ഇനി എന്നെ ഒന്നിനും കിട്ടില്ല എന്ന് തീർത്ത് പറഞ്ഞ അമ്മ പിണങ്ങി എഴുന്നേറ്റ് പോകുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന ഷിയാനെ അച്ഛൻ അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, നിൻ്റെ ക്ലാസ് ടീച്ചർ ഇന്നിവിടെ വന്നിരുന്നു, അദ്ദേഹമാണ് ഫോം അമ്മയ്ക്ക് നൽകിയിട്ട് വിവരം പറഞ്ഞത്. അമ്മ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെടുന്നതെന്ന് നിനക്കറിയാമോ? നീ വളർന്നു കഴിഞ്ഞു, നിനക്കിനി അമ്മയുടെ ആവശ്യമില്ല എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അത് അവളെ ശരിക്കും വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ വിഷമം എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് അവൾക്കറിയില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ പെരുമാറുന്നത്. നിനക്ക് അവളെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നീ ഈ ചെയ്തതും ഒട്ടും ശരിയായില്ല. നീ സയൻസാണ് എടുക്കുന്നത് എന്നുള്ള വിവരം നീ എന്തിനാണ് രഹസ്യമാക്കി വെച്ചത് എന്ന് ചോദിച്ച അച്ഛൻ അവളെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ പറയാതിരുന്നത് തെറ്റ് തന്നെയാണ്, എന്നോട് ക്ഷമിക്കണം. അച്ഛൻ എനിക്ക് വേണ്ടി എന്നെ ആർട്സിലേക്ക് മാറ്റരുത് എന്ന് അമ്മയോടൊന്ന് പറയുമോ? എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ ക്ലാസ് ശരിക്കും ഇഷ്ടമാണ്. എൻ്റെ ഫ്രണ്ട്സിനെ പിരിയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നവൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അമ്മയെ തൽക്കാലത്തേക്ക് അടക്കി നിർത്താനേ എനിക്ക് കഴിയൂ. നിനക്ക് ഞാൻ 1 മാസത്തെ സമയം അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങിത്തരാം. അടുത്ത മന്ത്ലി ടെസ്റ്റിന് നല്ല മാർക്ക് വാങ്ങാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിഞ്ഞേക്കും എന്ന് അച്ഛൻ പറയുന്നു. ശ്രമിക്കാമെന്ന് അവൾ സമ്മതിക്കുന്നു. അന്ന് രാത്രി തന്നെ അവൾ മുടി മുന്നിലേക്ക് വെട്ടിയതൊക്കെ ക്ലിപ്പ് വെച്ച് ഒതുക്കി പഴയതുപോലെ ആക്കുന്നുണ്ട്. അടുത്ത ദിവസം ക്ലാസ്സിലെത്തിയപ്പോൾ ആർട്സ് സയൻസ് വിഭാഗം തിരിച്ചിരുന്നു. ആർട്സ് തിരഞ്ഞെടുത്തവർ ക്ലാസ്സിൽ നിന്ന് പോയിരുന്നു. ഇപ്പോൾ ഈ ക്ലാസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നി ആർട്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരമുണ്ട് എന്ന് ആൻറ്റി ലിയു അറിയിക്കുന്നു. പക്ഷേ ഷിയാൻ്റെ മനസ്സ് അവിടെയൊന്നും ആയിരുന്നില്ല. തലേന്ന് രാത്രി അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ച് അവളാകെ മൂഡ് ഓഫ് ആയിരിക്കുകയാണ്. അവളുടെ മുഖം കണ്ട് നീ എന്താണ് ഇത്ര ആലോചിക്കുന്നതെന്ന് സിയെ ചോദിച്ചപ്പോൾ ക്ലാസ് മാറിയിട്ടും വലിയ വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു എന്ന് ഷിയാൻ പറയുന്നു. വളരെ കുറച്ച് പേരെ ആർട്സ് തിരഞ്ഞെടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് നിനക്കങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് ഷാദി അത് കേട്ടുകൊണ്ട് പറയുന്നു. എൻ്റെ ഡ്രീം ഗേൾ ഷൻസി ഇവിടെ നിന്ന് പോയല്ലോ, അതൊരു മാറ്റമല്ലേ എന്ന് ഷിഷി വിഷമത്തോടെ പറയുന്നത് കേട്ട് നിനക്കവളെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ പോയിക്കോ എന്ന് പറഞ്ഞ് ഷാദി കയ്യിലുണ്ടായിരുന്ന ഗെയിം ഡിസ്ക് എടുത്ത് അവനെ കാണിച്ചിട്ട്, ഇത് കണ്ടോ, ഞാൻ നിനക്ക് മുമ്പ് ഇത് തന്ന ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്കത് ഒന്നുകൂടി തരാമോ എന്ന് ചോദിച്ച് ഷിഷി അത് വാങ്ങാൻ ചെന്നെങ്കിലും പോയി ഷൻസിയോട് ചോദിക്കാൻ പറഞ്ഞ് ഷാദി അത് മാറ്റി പിടിക്കുന്നു. ഷിഷിയെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ബഹളം വയ്ക്കുന്നത് കേട്ട് ആഞ്ചലിയു രണ്ടുപേരോടും എഴുന്നേറ്റ് പുറകിൽ പോയി നിൽക്കാൻ പറയുന്നു. അന്ന് ബ്രേക്ക് ടൈമിൽ ഷിയാൻ വെള്ളമെടുക്കാനായി പുറത്തേക്ക് പോയപ്പോൾ വരാന്തയിൽ വെച്ച് അച്ഛനെ കാണുന്നു. നീ ഇന്നലെ പറഞ്ഞ കാര്യം ഞാൻ അമ്മയുമായി സംസാരിച്ചു. അടുത്ത ടെസ്റ്റിന് സയൻസിന് 270 മാർക്കെങ്കിലും വാങ്ങിയാൽ നിന്നെ ഇവിടെ തുടരാൻ സമ്മതിക്കാമെന്നാണ് അമ്മ ഡിമാൻഡ് വെച്ചിരിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ഇതിലും ഭേദം എന്നെ കൊല്ലുന്നതാണ് എന്ന് അവൾ പറയുന്നുണ്ട്. എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റൂ, നന്നായി ശ്രമിക്കാൻ പറഞ്ഞ് അച്ഛൻ പോകുന്നു. ഞാനെങ്ങനെ 270 മാർക്ക് വാങ്ങാനാണ് എന്ന് പറഞ്ഞ് ഷിയാൻ ആകെ അസ്വസ്ഥയാകുന്നുണ്ട്. അവൾ ക്ലാസ്സിൽ മടങ്ങിയെത്തിയപ്പോൾ സിയെ ഡെസ്കിലേക്ക് തലവെച്ച് കിടന്ന് മയങ്ങിയായിരുന്നു. അവൻ ഉണരാതിരിക്കാൻ ശബ്ദമുണ്ടാക്കാതെയാണ് അവൾ ചെന്നിരുന്നതെങ്കിലും അപ്പോഴേക്കും അവൻ ഉണരുന്നു. മാത്സ് കോമ്പറ്റീഷനും പഠനവും എല്ലാം കൂടി നിനക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലേ, രാത്രി ഉറങ്ങാനൊന്നും സമയം കിട്ടുന്നുണ്ടാവില്ലല്ലേ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ ഞാൻ എന്തായാലും അത് വേണമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചതല്ലേ, അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല എന്നവൻ പറയുന്നു. നിനക്ക് എന്താണ് പറ്റിയത്, എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നവൻ ചോദിച്ചപ്പോൾ എൻ്റെ സയൻസിൻ്റെ മാർക്ക് 1 മാസം കൊണ്ട് 270 എത്തിക്കാൻ വല്ല വഴിയുമുണ്ടോ എന്നവൾ ചോദിക്കുന്നു. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിരുന്നിട്ട് ഒരു വഴിയുണ്ട്, സ്വപ്നം കണ്ടാൽ മതി എന്നവൻ പറയുന്നു. ഷിയാൻ അത് കേട്ട് ആകെ നിരാശയായി തിരിഞ്ഞപ്പോൾ നീ ഇപ്പോൾ അത്രയ്ക്കൊന്നും ആലോചിക്കേണ്ട, കിട്ടാവുന്നത്ര ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാൻ നോക്ക്. നിൻ്റെ ഇപ്പോഴത്തെ ലെവൽ വെച്ച് 250 മാർക്ക് പോലും കിട്ടാൻ സാധ്യതയില്ല, പിന്നെയല്ലേ 270 എന്നവൻ പറയുന്നു. ഷിയാൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നിട്ട് ആവേശത്തോടെ എന്തായാലും ഞാൻ ഈ നിമിഷം മുതൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്കണമെന്ന് സ്വയം പറഞ്ഞ് പുസ്തകം എടുത്ത് വെച്ച് പഠിക്കാൻ തുടങ്ങുന്നു. അന്ന് രാത്രി അത്താഴം കഴിക്കാനിരുന്നപ്പോഴും ഷിയാൻ അമ്മയെ സോപ്പിടാൻ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇന്നത്തെ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൾ കുറച്ച് മീനെടുത്ത് അമ്മയുടെ പാത്രത്തിൽ വെച്ച് കൊടുത്തെങ്കിലും ഇത്രയും വർഷമായി ആഹാരം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്ന് വരെ ഒരു നല്ല വാക്ക് പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞവർ അവൾ കൊടുത്തത് കോങ്ങിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നു. സോപ്പിങ് ഏൽക്കില്ല എന്ന് ഷിയാൻ മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ എൻ്റെ ഭക്ഷണം എവിടെ എന്ന് ചോദിച്ച് കഴിക്കാൻ വന്നെങ്കിലും അമ്മയുടെ നോട്ടം കണ്ടപ്പോൾ എനിക്കിപ്പോൾ വിശക്കുന്നില്ല, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. ഭക്ഷണം കഴിഞ്ഞ് ഷിയാൻ പഠിക്കാൻ കയറിയപ്പോൾ അമ്മ അവൾക്ക് 1 ഗ്ലാസ് പാലുമായി ചെന്നിട്ട് നമ്മളൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്, 270 മാർക്കിൽ നിന്ന് 1 മാർക്ക് കുറഞ്ഞാൽ പോലും ഡീൽ ക്യാൻസൽ ആവും, അത് മറക്കണ്ട എന്ന് അറിയിച്ചിട്ട് മടങ്ങിപ്പോകുന്നു. 1 മാർക്ക് പോലും കുറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഷിയാൻ അപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം ഫിസിക്സ് ടെസ്റ്റിൻ്റെ പേപ്പർ കിട്ടിയപ്പോൾ മാർക്ക് കണ്ട് ഷിയാൻ ആകെ നിരാശയാകുന്നുണ്ട്. അവൾക്കാകെ 68 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അവളാകെ നിരാശയായിരിക്കുന്നത് കണ്ട് സിയ അവളുടെ പേപ്പർ എടുത്ത് നോക്കി തെറ്റ് പറ്റിയത് എന്തൊക്കെയാണ്, അതെങ്ങനെ ശരിയാക്കാമായിരുന്നു എന്നൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവളുടെ അശ്രദ്ധ കൊണ്ട് തെറ്റിയ ചില ഉത്തരങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ നിനക്ക് ശരിയാക്കാവുന്നതേ ഉള്ളായിരുന്നു എന്നവൻ പറയുന്നു. അത് ശരിയാക്കിയിരുന്നെങ്കിലും എനിക്ക് 90 മാർക്കല്ലേ കിട്ടുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് അവൾ നിരാശയോടെ ക്ലാസ്സിന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. അവൾ വരാന്തയിലൂടെ വെറുതെ നടന്നപ്പോഴാണ് ബോസോങ് അവളെ അന്വേഷിച്ച് അവിടേക്ക് വന്നത്. അവനിപ്പോൾ കോളേജിലായിരിക്കുന്നു. നിനക്കിന്ന് ക്ലാസ്സില്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നവൾ ചോദിച്ചപ്പോൾ
പുതിയ സെമസ്റ്റർ തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി വന്നതാണ്. നീ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ എനിക്കൊപ്പം വരാൻ അവൻ പറയുന്നു. ആ സമയത്ത് ഷിയാനെ തിരക്കി CA ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഷിയാൻ ബോസോങ്ങിനോട് സംസാരിക്കുന്നതും അവർ ഒരുമിച്ച് അങ്ങോട്ട് പോകുന്നതും അവൻ കാണുന്നു. റൂഫ് ടോപ്പിലേക്കാണ് ബോസോങ്ങും ഷിയാനും കൂടി പോയത്. അമ്മയുടെ കണ്ടീഷനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അമ്മ അങ്ങനെ ഒരു കണ്ടീഷൻ വയ്ക്കാൻ കാരണം നിനക്കതിന് കഴിയുമെന്ന് അമ്മയ്ക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ്. നിനക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത് എന്ന് ബോസോങ് പറയുന്നു. കഴിയുമെന്നാണ് ഞാനും കരുതിയത്, പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ നിനക്കെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കേണ്ട എന്നവൻ പറയുന്നു. അതിന് നീ ആർട്സ് അല്ലേ പഠിച്ചത് എന്നവൾ ചോദിച്ചപ്പോൾ നീ എന്നെ അങ്ങനെ കൊച്ചായി കാണണ്ട, നിന്നെ പഠിപ്പിക്കുന്നതൊക്കെ എനിക്ക് നിസ്സാരമാണ് എന്ന് പറഞ്ഞവൻ ചിരിക്കുന്നു. അവൻ്റെ ഓഫറിന് അവൾ നന്ദി അറിയിക്കുന്നുണ്ട്. ഗ്രാജുവേഷൻ ദിവസം എനിക്ക് നിന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞില്ല, ആ കുറവും പരിഹരിക്കാനാണ് ഞാനിപ്പോൾ വന്നത് എന്ന് പറഞ്ഞ് ബോസോങ് ബാഗിൽ നിന്നൊരു ക്യാമറ എടുക്കുന്നു. അതിനെന്താ ഇപ്പോൾ എടുക്കാമല്ലോ എന്ന് പറഞ്ഞ് ഷിയാൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ തന്നെ അതിൻ്റെ പ്രിൻറ്റും വരുന്നുണ്ട്. നീ ഇപ്പോൾ കോളേജിലായതുകൊണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റില്ല അല്ലേ എന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ ഞാൻ വെക്കേഷന് വരുമല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. അവളും അത് ശരിവെക്കുന്നു. ക്ലാസ് തുടങ്ങാൻ സമയമായി എന്ന് പറഞ്ഞ് അവൾ മടങ്ങാൻ തുടങ്ങിയപ്പോൾ ബോസോങ് അവളെ പുറകിൽ നിന്ന് വിളിച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഷിയാൻ അപ്പോൾ നന്നായി ചിരിക്കുന്നുണ്ടായിരുന്നു. നിനക്കുള്ള സമ്മാനമാണ് എന്ന് പറഞ്ഞ് അവൻ ആ ഫോട്ടോ അവൾക്ക് തന്നെ നൽകുന്നു. എപ്പോഴും ഈ പുഞ്ചിരി നിന്റെ മുഖത്തുണ്ടാവണം എന്നും അവൻ പറയുന്നു. അവൾ അത് സംബന്ധിച്ച് സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് മടങ്ങുന്നു. അവൾ ക്ലാസ്സിൽ മടങ്ങിയെത്തിയപ്പോൾ ഫോട്ടോ കണ്ട് ഷാദി ഈ ഫോട്ടോ ആരെടുത്തതാണ്, നിന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. ബോസോങ് എടുത്തതാണ് എന്നവൾ പറഞ്ഞപ്പോൾ അവനെന്തായാലും നന്നായി ഫോട്ടോ എടുക്കാൻ അറിയാമെന്ന് പറഞ്ഞ് അവളത് ഷിഷയെയും സിയയെയും കാണിക്കുന്നു. സിയ പക്ഷേ ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ ഫോട്ടോയിലേക്ക് നോക്കുക പോലും ചെയ്യാതെ ഷിയാൻ്റെ പരീക്ഷാ പേപ്പർ എടുത്ത് മുന്നിലേക്ക് വെച്ചിട്ട് നീ തെറ്റിച്ച ഉത്തരങ്ങൾ തെറ്റാനുള്ള കാരണങ്ങൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന് വൈകിട്ട് തന്നെ അത് മുഴുവൻ പഠിക്കണം, കൂടാതെ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ വേറെ 2 ക്വസ്റ്റ്യൻ പേപ്പറുകൾ കൂടി അവൾക്ക് നൽകുന്നു. ഇത് മുഴുവൻ ഇന്ന് തന്നെ ചെയ്തു തീർക്കാനുള്ളതാണോ എന്നവൾ ചോദിച്ചപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യേണ്ട, മാർക്ക് കുറഞ്ഞാലും നിനക്ക് ഏതെങ്കിലുമൊക്കെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയേക്കുമെന്നവൻ പറയുന്നു. ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് ഷിയാൻ പറയുന്നു. ഷാദി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നതിനാൽ നീ എന്താണ് നമ്മുടെ ഷിയാനോട് ഇത്ര ക്രൂരമായി പെരുമാറുന്നതെന്ന് സിയയോട് ചോദിക്കുന്നു. ക്രൂരത കാണിക്കാൻ പോകുന്നത് ഞാനല്ല, കോളേജ് എൻട്രൻസ് എക്സാമാണ്, ഞാൻ അവളെ സഹായിക്കാനാണ് നോക്കുന്നതെന്ന് സിയ പറഞ്ഞപ്പോൾ അവൾ മറുപടി ഇല്ലാതെ തിരിഞ്ഞിരിക്കുന്നു. നീ എൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാതെ നിന്റെ മാത്സ് കോമ്പറ്റീഷന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതല്ലേ നല്ലത് എന്ന് ഷിയാൻ സിയയോട് ചോദിക്കുന്നു. അവൾ നല്ല ഉദ്ദേശത്തോടെയാണ് ചോദിച്ചെങ്കിലും അവൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അവന് ഫീൽ ചെയ്തത്. ശരി, ഞാൻ ഇനി നിന്റെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല എന്ന് പറഞ്ഞവൻ ബുക്കും പേനയും ഒക്കെ എടുത്ത് പുറത്തേക്ക് എവിടെയോ പോകുന്നു. അടുത്ത ദിവസം രാവിലെ ഷിയാൻ സിയയും വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ വേസ്റ്റ് കളയാൻ വന്ന അവൻ്റെ അമ്മ അവളെ കണ്ട് അടുത്തേക്ക് ചെന്നിട്ട് മോളെന്താ സ്കൂളിൽ പോകാതെ നിൽക്കുന്നത് എന്ന് അന്വേഷിക്കുന്നു. ഞാൻ സിയയെ കാത്ത് നിൽക്കുകയാണ്, അവൻ റെഡിയായോ എന്നവൾ ചോദിച്ചപ്പോൾ അവനിന്ന് വെളുപ്പിന് തന്നെ മറ്റു കൂട്ടുകാർക്കൊപ്പം മാത്സ് കോമ്പറ്റീഷൻ്റെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോയല്ലോ, മോളോട് പറഞ്ഞില്ലേ എന്നവർ ചോദിക്കുന്നു. ഷിയാൻ അപ്പോഴാണ് ആ കാര്യം അറിയുന്നത്. പറയാൻ മറന്നായിരിക്കുമെന്ന് പറഞ്ഞവൾ സ്കൂളിലേക്ക് പോകുന്നു. ക്ലാസ്സിലെത്തി സിയയുടെ ഒഴിഞ്ഞ കസേര കണ്ടപ്പോൾ അവൾക്ക് അവനെ മിസ് ചെയ്യുന്നു. ഒരു ഡെസ്ക് മേറ്റ് ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് അവനില്ലാത്ത ദിവസങ്ങളിൽ അവൾ ശരിക്കും തിരിച്ചറിഞ്ഞു. സിയെ തനിച്ചൊരു യുദ്ധഭൂമിയിലേക്ക് പോയതുപോലെയാണ് അവൾക്ക് തോന്നിയത്. അവൻ അത്തരമൊരു ലോകവുമായി എന്നെ പൊരുത്തപ്പെട്ടിട്ടുണ്ടാകും. അവൻ നോക്കിക്കാണുന്ന വിശാലമായ ആ ലോകത്തേക്ക് എത്തിപ്പെടാൻ അവൻ കാരണം ഞാനും ഇപ്പോൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണല്ലോ എന്നവൾ ചിന്തിക്കുന്നു. സിയെ ഇല്ലാത്ത ദിവസങ്ങൾ അവളെ വല്ലാതെ ബോറടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണത്തെ ടെസ്റ്റിൽ അവൾക്ക് 100 മാർക്കിൽ കൂടുതൽ വാങ്ങാൻ കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് അവൾ തുള്ളിച്ചാടുന്നുണ്ട്. ശിഷ്യ ഒരു ദിവസം സ്കൂൾ വിട്ടപ്പോൾ മറ്റൊരു പെൺകുട്ടിക്കൊപ്പം സംസാരിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് പോകുന്നു. ഷാദി അവരറിയാതെ അവരെ പിന്തുടരുന്നുണ്ട്. അവൾ മറിഞ്ഞു നിന്ന് നോക്കുന്നത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന KK അവളെ തൊട്ട് വിളിച്ചിട്ട് നീ ആരെങ്കിലും ഫോളോ ചെയ്യുകയാണോ എന്ന് ചോദിക്കുന്നു. ആണെന്ന് ആദ്യം പറഞ്ഞെങ്കിലും അല്ല എന്ന് ഷാദി പെട്ടെന്ന് തിരുത്തി പറയുന്നു. പക്ഷേ ക്ലാസ് കഴിഞ്ഞ് എനിക്കൊപ്പം വരാതെ മറ്റൊരു പെൺകുട്ടിയുമായി സംസാരിച്ച് നടന്നു പോകാൻ അവനെങ്ങനെ മനസ്സ് വന്നു എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ KKയ്ക്ക് കാര്യം മനസ്സിലാകുന്നു. നിനക്ക് അസൂയയാണോ എന്ന് KK ചോദിച്ചപ്പോൾ അസൂയയോ എനിക്കോ, ഞാൻ വീട്ടിൽ പോവുകയാണെന്ന് പറഞ്ഞ് ഷാദി തിരിഞ്ഞു നടന്നെങ്കിലും 3-4 സ്റ്റെപ്പ് നടന്നിട്ട് അവൾ വീണ്ടും അവിടേക്ക് വരുന്നുണ്ട്. നിനക്കെന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ എന്ന് KKയോട് ചോദിക്കുന്നു. എനിക്കിപ്പോൾ ഐഡിയ ഒന്നും തോന്നുന്നില്ല, പക്ഷേ വയറു നിറഞ്ഞാൽ ചിലപ്പോൾ തോന്നിയേക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, വാ ഞാൻ ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഷാദി അവളെയും വിളിച്ചുകൊണ്ട് ക്യാൻറ്റീനിലേക്ക് കയറുന്നു. അവർ അകത്ത് ചെല്ലുമ്പോൾ ഷിയാൻ അവിടെ ഇരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ഈയിടെയായി ഭയങ്കര പഠിത്തമാണല്ലോ എന്ന് KK ചോദിച്ചപ്പോൾ മന്ത്ലി ടെസ്റ്റ് എടുക്കാറായി, അതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്താലേ പറ്റുമെന്ന് ഷിയാൻ പറയുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ വന്നത് എന്നവൾ അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങളെപ്പോൾ മുതലാണ് ഒന്നിച്ച് നടക്കാൻ തുടങ്ങിയത് എന്നവൾ KKയോട് ചോദിച്ചപ്പോൾ ശിശി ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി KK കണ്ണ് കാണിക്കുന്നു. അവിടേക്ക് നോക്കിയിട്ട് ഷാദിയുടെ മുഖത്ത് നോക്കിയപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലാകുന്നു. നീ ശിശിയുടെ കാര്യം അത്ര കെയർ ചെയ്യാറില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ കുട്ടിക്കാലം മുതൽ നമ്മൾ ഓമനിച്ച് വളർത്തിയ നായ്ക്കുട്ടി പെട്ടെന്നൊരു ദിവസം വേറൊരു യജമാൻ്റെ കൂടെ പോയാൽ ആർക്കായാലും ദേഷ്യം വരില്ല എന്ന് ഷാദി ചോദിക്കുന്നു. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, നീയും വേറെ ആരുടെയെങ്കിലും കൂടെ ചുറ്റിക്കറങ്ങി അവൻ്റെ ഉള്ളിലും അസൂയ ഉണ്ടാക്കണമെന്ന് KK പറയുന്നു. അതെങ്ങനെ സാധിക്കുമെന്ന് ഷാദി ചോദിച്ചപ്പോൾ നീ വെറുതെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്ത് അവൻ്റെ മുന്നിൽ വെച്ച് അവനൊഴികെയുള്ള ബാക്കി ഫ്രണ്ട്സിനെ എല്ലാം പാർട്ടിക്ക് ക്ഷണിക്കണം, അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്ന് KK പറയുന്നു. ആ ഐഡിയ ഷാദിക്ക് നന്നായി ഇഷ്ടപ്പെടുന്നു. എൻ്റെ ബർത്ത്ഡേ അടുക്കാറായി, ഞാൻ ഈ വീക്കെൻഡിൽ ഒരു ബർത്ത്ഡേ പാർട്ടി സംഘടിപ്പിക്കാം,
നീ ഉറപ്പായും വരണമെന്ന് ഷാദി കെക്കയോട് പറയുന്നു. ഷിയാൻ ഒരു ചിരിയോടെ നിങ്ങൾ എപ്പോഴാണ് ഇത്ര നല്ല ഫ്രണ്ട്സ് ആയത് എന്ന് ചോദിച്ചപ്പോൾ നിന്റെ ഫ്രണ്ട്സ് എൻ്റെയും ഫ്രണ്ട്സ് അല്ലേ, നീ വരുമോ ഇല്ലയോ എന്ന് പറയാൻ ഷാദി പറയുന്നു. ഞാൻ ഉറപ്പായും വരും എന്നവൾ പറയുന്നു. അപ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സ് കൊണ്ടുവരുന്നുണ്ട്. ആ സമയത്താണ് ശിശി സംസാരമൊക്കെ കഴിഞ്ഞ് തനിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവർ അവിടെ ഇരിക്കുന്നത് കണ്ട് നിങ്ങളിതിപ്പോൾ വന്നു, എന്നോട് എന്താണ് ഹായ് പറയാഞ്ഞത് എന്ന് ചോദിച്ച് അവർക്കൊപ്പം ചെന്ന് ഇരുന്നിട്ട് ഷാദിയുടെ മുന്നിലിരുന്ന ഡ്രിങ്ക്സ് കുടിക്കാൻ എടുക്കുന്നു. ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞപ്പോൾ അത് പിടിച്ചു വാങ്ങാൻ തുടങ്ങിയപ്പോൾ നിൻ്റേത് കുടിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞവൻ ബലമായി അത് കുടിച്ചിട്ട് ഗ്ലാസ് തിരികെ വയ്ക്കുന്നു. കെക്കെ അതുകൊണ്ട് ചിരിക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ശിശി ഷാദിയെ വിളിച്ചെങ്കിലും നീ തന്നെ അങ്ങ് പോയാൽ മതി, ഞാനിന്ന് കെക്കയുടെ കൂടെയാണ് പോകുന്നതെന്ന് ഷാദി പറയുന്നു. എങ്കിൽ ശരി, ഞാൻ തനിച്ചു പോയിക്കളാമെന്ന് പറഞ്ഞ് ശിശി എഴുന്നേറ്റ് പോകുന്നു. ഷാദിക്കാകെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൻ കുടിച്ചിട്ട് പോയ ഗ്ലാസ്സിലേക്ക് നോക്കി അവൾ പുഞ്ചിരിക്കുന്നു. നീ എന്തിനാണ് ചിരിക്കുന്നതെന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ ഇതൊരു ഇൻഡയറക്റ്റ് കിസ്സാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നവൾ ചോദിക്കുന്നു. ഷിയാനും കെക്കയും ഒരുപോലെ നെടുവേർപ്പെട്ടുകൊണ്ട് തങ്ങളുടെ ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നുണ്ട്. ഷിയാനോട് യാത്ര പറയാതെയാണ് പോയതെങ്കിലും അവൻ ഷെങ്ങിനെ വിളിച്ച് ഞാനില്ലാത്ത സമയത്ത് എനിക്ക് വേണ്ടി കുട്ടിബുദ്ധത്തെ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നു. ഷാദി അടുത്ത ദിവസം ക്ലാസ്സിൽ വെച്ച് അവസരം കിട്ടിയപ്പോൾ ശിശുയുടെ മുന്നിൽ വെച്ച് ബാക്കി കുട്ടികളെല്ലാം വീക്കെൻഡിലെ പാർട്ടിക്ക് ക്ഷണിക്കുന്നുണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടാകും, എന്തൊക്കെയാണ് പരിപാടികൾ എന്ന് കുട്ടികൾ ചോദിച്ചപ്പോൾ പാട്ടും ഡാൻസും ഫുഡും ഒക്കെ ഉണ്ടാകും, കൂടാതെ ബില്യാർഡ്സ് കളിക്കേണ്ടവർക്ക് അതുമാകാം, ബില്ലൊക്കെ എൻ്റെ അച്ഛൻ അടച്ചോളും, അവിടെ ഷിയാനും പിന്നെ 10ാം ക്ലാസ്സിലെ ഒരു സുന്ദരിയും ഉറപ്പായും ഉണ്ടാകും എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ ഇതൊക്കെ കാണുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു, കഴിഞ്ഞ വർഷത്തെ പാർട്ടി ഇതിലും കെങ്കേമമായിരുന്നു എന്ന് ശിശി കുട്ടികൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. എങ്കിൽ ഞാനും വരുന്നുണ്ട് എന്നൊക്കെ കുട്ടികൾ ഓരോരുത്തരായി പറയുന്നു. ആ സമയത്ത് ആഞ്ജലിയു പുറകിലെ വാതിൽ കൂടി അകത്തേക്ക് കയറി വരുന്നത് കണ്ട് ശിശിയും മറ്റു കുട്ടികളുമൊക്കെ പെട്ടെന്ന് തിരിഞ്ഞിരിക്കുന്നു. ഷാദി പക്ഷേ സാറിനെ കണ്ടിരുന്നില്ല. ആരൊക്കെയാണ് വരുന്നത്, ക്ലാസ് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പേര് പറയണമെന്നൊക്കെ അവൾ ഗമയിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആഞ്ജലിയു അവൾക്ക് മുന്നിലെത്തി തമ്പുരാട്ടി അവിടുത്തെ പിറന്നാൾ കെങ്കേമമായി ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണല്ലോ. നാഷണൽ ഡേയുടെ അവധി കഴിഞ്ഞാലുടൻ മന്ത്ലി ടെസ്റ്റ് ഉള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ, നിനക്കതിന് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്ന് അദ്ദേഹം അവളോട് ചോദിക്കുന്നു. കഴിയില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ എങ്കിൽ പാർട്ടി ക്യാൻസൽ ചെയ്തിട്ട് പോയിരുന്ന് പഠിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം അവളെ ഓടിച്ചു വിടുന്നു. വീക്കെൻഡിൽ ഷിയാൻ വീട്ടിൽ തറ തുടച്ചുകൊണ്ട് നിന്നപ്പോഴാണ് ഷാദിയും കക്കയും കൂടി അവിടേക്ക് വന്നത്. അവൾ അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുന്നു. എല്ലാവരും എവിടെ എന്നവൾ ചോദിച്ചപ്പോൾ അമ്മ കോങ്ങിനെയും കൊണ്ട് പുറത്തു പോയി, അച്ഛനെന്തോ ആവശ്യത്തിന് നാട്ടിൽ വരെ പോയിരിക്കുകയാണ് എന്ന് ഷിയാൻ അറിയിക്കുന്നു. എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നത് എന്ന് ഷാദി പറഞ്ഞപ്പോൾ ആഞ്ജലിയോ അത്രയൊക്കെ വഴക്ക് പറഞ്ഞപ്പോൾ പാർട്ടി ക്യാൻസൽ ചെയ്യുകയാണെന്നല്ലേ നീ പറഞ്ഞത് എന്ന് ഷിയാൻ ചോദിക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടെന്താ, ആ ശിശിക്ക് മാത്രം ഒരു റിയാക്ഷനും ഇല്ല, അത് വിട്ടേക്ക്, ആഞ്ജലിയു പാർട്ടി ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞെങ്കിലും നമ്മൾ 3 പേരും കൂടി ചുറ്റിക്കറങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഷാദി ചോദിക്കുന്നു. എനിക്കൊരിത്തിരി ഹോംവർക്ക് ചെയ്തു തീർക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഷിയാൻ ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്, എന്നിട്ട് നീ ഇങ്ങനെ പറയുകയാണോ എന്ന് ഷാദി പരിഭവത്തോടെ ചോദിക്കുന്നു. എങ്കിലൊരു കാര്യം ചെയ്യും, നിനക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് കൂടി എടുത്തോ എന്ന് കെക്കെ പറഞ്ഞപ്പോൾ എങ്കിൽ പോയേക്കാമെന്ന് ഷിയാൻ സമ്മതിക്കുന്നു. നീ ഈ ഡ്രസ്സ് വിട്ടാണോ വരാൻ പോകുന്നതെന്ന് കെക്കെ ചോദിച്ചപ്പോൾ ഇതിനെന്താണ് കുഴപ്പമെന്ന് ഷിയാൻ ചോദിക്കുന്നു. ഇതിങ്ങനെ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് ഷാദി ഒരു പാക്കറ്റ് അവൾക്ക് നീട്ടിയിട്ട് ഈ ഡ്രസ്സ് ഇട്ട് വരാൻ പറയുന്നു. ബർത്ത്ഡേ നിൻ്റെ അല്ലേ, അതിന് ഞാൻ എന്തിനാണ് ഒരുങ്ങുന്നതെന്ന് ഷിയാൻ ചോദിച്ചപ്പോൾ ഞാനതിട്ടാൽ ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ല, പക്ഷെ നിനക്ക് മാറ്റമുണ്ടാകുമ്പോൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുമെന്ന് ഷാദി പറയുന്നു. ഷിയാൻ ഡ്രസ്സ് മാറാനായി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് കെക്കെ അവളുടെ മുടി ശ്രദ്ധിച്ചത്. നിന്റെ മുടിക്ക് എന്ത് പറ്റിയെന്ന് അവൾ ചോദിച്ചപ്പോൾ ഷാദി ഷിയാനെ നോക്കിക്കൊണ്ട് അതൊരാൾ കഴിവ് തെളിയിച്ചതാണെന്ന് പറയുന്നു. ഷാദി ചമ്മി ഒരു ചിരി പാസ്സാക്കുന്നുണ്ട്. ഞാനൊന്ന് നോക്കട്ടെ ശരിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് കെക്കെ അവൾക്കൊപ്പം മുറിയിലേക്ക് പോകുന്നു. വലിയ ആവേശത്തോടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ മാളിലേക്ക് പോയ ഷാദി ആകെ നിരാശയാവുന്നുണ്ട്. ഷിയാൻ അവിടെ എത്തിയിട്ടും പഠിപ്പിച്ചതിനെ പോലെ കുത്തിയിരുന്ന് ഹോംവർക്ക് എഴുതുകയാണ്. ഷാദി ബോറടിച്ചിരുന്ന് ചിണുങ്ങുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ പോവുകയാണ് എന്ന് കെക്കെ ഭീഷണി മുഴക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായി ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് ഷാദി ചിണുങ്ങിയപ്പോൾ ബോറടി മാറ്റാൻ നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ, പാർക്കിലേക്ക് പോയാലോ എന്നൊക്കെ കെക്കെ ചോദിച്ചെങ്കിലും അതൊന്നും ഷാദിക്ക് സ്വീകാര്യമായില്ല. പിന്നെ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് കെക്കെ ചോദിച്ചപ്പോൾ എനിക്ക് മൊത്തത്തിലൊരു ഓളം വേണം, പാർട്ടി വേണം, ശിശിയുടെ കൂടെ ചുറ്റിക്കറങ്ങണം, ഇത്രയും ബോറായിട്ടൊരു ബർത്ത്ഡേ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞവൾ വീണ്ടും ചിണുങ്ങുന്നു. അപ്പോഴാണ് കയ്യിലൊരു ഗിഫ്റ്റ് പാക്കറ്റുമായി നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്ന് പറഞ്ഞ് ശിശി അവിടേക്ക് വന്നത്. ഇതെന്താ പാർട്ടിയൊന്നും ഇല്ലേ, ബാക്കിയുള്ളവരൊക്കെ എവിടെയെന്ന് ശിശി ചോദിച്ചപ്പോൾ പാർട്ടി ക്യാൻസൽ ചെയ്തു, നീ വരില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് ഷാദി ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് വരാതിരിക്കുന്നത്, ഇന്ന് വരെ നിൻ്റെ എല്ലാ ബർത്ത്ഡേ പാർട്ടിക്കും ഞാൻ വന്നിട്ടില്ലേ എന്ന് ചോദിച്ച് ശിശി കൊണ്ടുവന്ന ഗിഫ്റ്റ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ഇത്തവണ ഇതേ ഉള്ളൂ, ഇതിൽ കൂടുതലൊന്നും എന്നോട് ചോദിച്ചേക്കരുതേ എന്ന് പറയുന്നു. ഷാദിയുടെ വിഷമമൊക്കെ മാറി അവൾ സന്തോഷത്തോടെ ഗിഫ്റ്റ് കയ്യിലെടുത്തെങ്കിലും അടുത്ത നിമിഷം അവൾ വീണ്ടും ചിണുങ്ങാൻ തുടങ്ങുന്നു. ശിശി കാര്യം തിരക്കിയപ്പോൾ അവൾക്ക് പാർട്ടി വേണമെന്നും ചുറ്റിക്കറങ്ങണമെന്നൊക്കെയാണ് ആഗ്രഹം എന്ന് കെക്കെ പറയുന്നു. അത്രയേ ഉള്ളൂ, അതിനകത്ത് നമുക്ക് കരോക്കെ റൂമിലേക്ക് പോകാം, ഞാൻ എൻ്റെ കുറേ കൂട്ടുകാരെയും കൂടി വിളിക്കാമെന്ന് ശിശി പറയുന്നു. ഷാദി സന്തോഷത്തോടെ ഷിയാനോട് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയുന്നു. നിങ്ങൾ പോയിക്കോ, ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറും ആദ്യം ചെയ്ത് തീർക്കട്ടെ എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, നീ കൂടി എനിക്കൊപ്പം വരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞ് ഷാദി നിർബന്ധം പിടിക്കുന്നു. എനിക്ക് പാടാനറിയില്ല, ഞാൻ വന്നാൽ നിങ്ങളുടെ ഉള്ള മൂഡ് കൂടി നഷ്ടമാവുകയുള്ളൂ, മന്ത്ലി ടെസ്റ്റ് കഴിഞ്ഞാലുടൻ ഞാൻ ഇതിൻ്റെ കുറവ് തീർക്കാൻ നിങ്ങൾക്കൊപ്പം വരുന്ന എന്ന് ഷിയാൻ ഉറപ്പ് കൊടുക്കുന്നു.
എങ്കിൽ പിന്നെ അവൾ വീട്ടിലേക്ക് പോയിക്കോട്ടെ എന്ന് കെക്കയും പറഞ്ഞപ്പോൾ ഷാദി പോയിക്കോളാൻ സമ്മതിച്ചിട്ട് അവർ പോകുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ഷിയാൻ ഫോൺ എടുത്ത് ഇത്തവണ മന്ത്ലി ടെസ്റ്റിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്നെ ആർട്സ് ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എനിക്ക് നല്ല ടെൻഷൻ തോന്നുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുമെന്ന് അവൾ സിയയ്ക്ക് മെസ്സേജ് അയക്കുന്നു. അതിനുശേഷം അവൾ വീട്ടിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്ത് ഒരു കുപ്പി വെള്ളം വാങ്ങാനായി പോകുന്നു. ക്യൂവിൽ നിൽക്കുമ്പോൾ ആരോ ഒരാൾ അവളുടെ തൊട്ടുപിറകിൽ വന്ന് ബാഗിൽ കൈയിടുന്നുണ്ട്. ഷിയാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അബദ്ധം പറ്റിയ മട്ടിൽ അയാൾ നീങ്ങി നിൽക്കുന്നു. അവൾ കൗണ്ടർ മുന്നിൽ ചെന്ന് ഓർഡർ കൊടുത്തിട്ട് ബില്ലടയ്ക്കാനായി ബാഗിൽ തപ്പിയപ്പോഴാണ് ഫോൺ നഷ്ടപ്പെട്ടു എന്നറിയുന്നത്. തിരിഞ്ഞു നോക്കിയപ്പോൾ നേരത്തെ പുറകിൽ നിന്ന ആളെ കാണാത്തതിനാൽ അയാൾ എടുത്തതാണ് എന്നവൾക്ക് തോന്നുന്നതിനാൽ അവൾ അയാളെ തിരിഞ്ഞു പോകുന്നു. അയാൾ എസ്കലേറ്ററിൽ നിന്ന് ഫോൺ അവളെ ഉയർത്തി കാണിച്ചിട്ട് ഫോൺ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്നു. എൻ്റെ ഫോൺ തിരിച്ചതാ എന്ന് പറഞ്ഞ് ഷിയാൻ അയാൾക്ക് പുറകെ ഓടുന്നു. ഷിയാൻ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നതനുസരിച്ച് ഷിയാൻ അറിയാതെ അവളെ നിരീക്ഷിച്ചുകൊണ്ട് കുറച്ചപ്പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവൻ ഉടൻ തന്നെ സിയെ വിളിച്ച് വിവരം അറിയിക്കുന്നു. ഫോൺ എടുത്തയാളിന് പുറകെ ഓടി ഷിയാനെ അയാൾ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്തെത്തിക്കുന്നു. അപ്പോഴേക്കും മുമ്പ് ബില്യാർഡ്സ് ക്ലബ്ബിൽ വെച്ച് പണം മോഷ്ടിക്കാൻ നോക്കിയപ്പോൾ അവൾക്ക് കൈയോടെ പിടികൂടിയ ആളും അവിടേക്ക് എത്തുന്നു. അയാളെ കണ്ടപ്പോഴാണ് അതൊരു ട്രാപ്പാണ് എന്ന് ഷിയാന് മനസ്സിലായത്. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ഓടുന്നുണ്ട്. അവർ പുറകെയും. ഷിയാൻ അപകടത്തിലാണെന്നറിഞ്ഞ സിയെ ട്രെയിനിങ് ക്യാമ്പിൻ്റെ മതിൽ ചാടി പുറത്തിറങ്ങുന്നു. പക്ഷേ അവൻ ചാടുന്നത് സെക്യൂരിറ്റി കണ്ടതിനാൽ അയാൾ അവൻ്റെ പുറകെ ഓടി അവനെ വിളിച്ചെങ്കിലും അവൻ നിൽക്കാതെ അവിടെ നിന്ന് ഓടുന്നു. ഷെങ്ങും ഷിയാനെ അന്വേഷിച്ച് അതുവഴിയെല്ലാം ഓടി നടക്കുന്നുണ്ടെങ്കിലും അവൾ എവിടെയാണ് എന്നവൻ അറിയാൻ കഴിയുന്നില്ല. പെട്ടെന്നെത്തണം, സീരിയസ് ആയ പ്രശ്നമാണ് എന്നവൻ വീണ്ടും സിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഷിയാൻ്റെ പുറകെ ഓടിയവരുടെ എണ്ണം കൂടുന്നുണ്ട്. അവൾ ഒരു ഗേറ്റിനുള്ളിലേക്ക് കയറി അത് അകത്തു നിന്ന് ലോക്ക് ചെയ്ത് തൽക്കാലം രക്ഷപ്പെട്ടെങ്കിലും ഇതിനുള്ളിൽ നീ സേഫാണെന്ന് കരുതണ്ട എന്ന് ആക്രോശിച്ചുകൊണ്ട് അവർ വാതിൽ ചവിട്ടി പൊളിക്കാനുള്ള ശ്രമത്തിലാണ്. ഷിയാൻ ആകെ പേടിച്ച് പ്രചരിച്ച് ശബ്ദം പോലും പുറത്തേക്ക് വരാത്ത വിധത്തിൽ അതിനുള്ളിൽ നിന്ന് കരയുകയാണ്. അപ്പോഴേക്കും നിങ്ങളിവിടെ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിച്ച് സിയ അവിടെ എത്തുന്നു. പുറത്തുനിന്ന് സിയയുടെ ശബ്ദം കേട്ടതും ഷിയാന് പാതി ജീവൻ തിരികെ കിട്ടുന്നുണ്ട്. അന്ന് നീ തന്നെയല്ലേ അവിടെ വന്നത്, വെറുതെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടത് തടി കാടാക്കണ്ട എന്ന് പറഞ്ഞ് അക്രമികൾ അവന് നേരെ തിരിയുന്നു. ഇടപെട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് സിയെ ചോദിക്കുന്നു. അവന്മാർ അവനെ ആക്രമിക്കാൻ തുടങ്ങുന്നു. സിയെ തനിക്ക് പറ്റുന്നത് പോലെ അവരെ എതിർക്കുന്നുണ്ടെങ്കിലും 4 പേരുടെയും കൂടി മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എല്ലാവരും കൂടി അവനെ കുനിച്ചു നിർത്തി ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവരമറിഞ്ഞ് ശിഷ്യ അവിടേക്ക് എത്തി അവന്മാരെ പിടിച്ചു മാറ്റുന്നു. അപ്പോഴേക്കും ഷെങ് വേറെ കുറേ ഫ്രണ്ട്സുമായി അവിടേക്ക് എത്തുന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് അവന്മാർക്ക് തോന്നിനാൽ അവന്മാർ തിരികെ ഓടുന്നു. സിയെ ഷിയാനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് വാതിൽ തുറന്നിറങ്ങി വരുന്നു. അവർ സിയയുടെ അടുത്തെത്താറായപ്പോഴേക്കും ഷാദിയും വിവരം പറഞ്ഞ് അവിടേക്ക് എത്തുന്നു. എന്തെങ്കിലും പറ്റിയോന്ന് ഷാദി ചോദിച്ചപ്പോൾ ഇല്ലെന്ന് തലകുലിക്കുകയല്ലാതെ ഷിയാനൊന്നും പറയുന്നില്ല. ഇനി ഇവിടെ ഞാൻ കൊണ്ടാക്കിക്കൊള്ളാം, നിങ്ങൾ മടങ്ങിപ്പോയിക്കോന്ന് സിയെ ബാക്കിയുള്ളവരോടായി പറഞ്ഞിട്ട് അവൻ ഷിയാനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഷിഷി ഷാദിയെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സിയ ഷിയാനെ വീടിന് മുന്നിൽ കൊണ്ടുവരി ചെന്നിട്ട് ഇനി മുകളിലേക്ക് കയറിപ്പോയിക്കൊള്ളാൻ പറയുന്നു. നിനക്കെന്തെങ്കിലും പറ്റിയെന്ന് ഷിയാൻ അവനോട് ചോദിക്കുന്നു. ഒന്നുമില്ല, ഇനി എന്തായാലും അവന്മാർ നിന്നെ ശല്യപ്പെടുത്താൻ വരാൻ സാധ്യതയില്ല എന്നവൻ പറഞ്ഞപ്പോൾ നീ എങ്ങനെ എന്നെ കണ്ടെത്തിയെന്നവൾ ചോദിക്കുന്നു. മാളിൽ വെച്ച് നീ അയാൾക്ക് പുറകെ ഓടുന്നത് ഷെങ് കണ്ടിരുന്നു, അവനുടനെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു എന്നവൻ പറയുന്നു. ഞാൻ അയച്ച മെസ്സേജ് നീ കണ്ടോ എന്നവൾ ചോദിച്ചപ്പോൾ കണ്ടു, നീ ഒരുപാട് പ്രഷർ കൊടുക്കാതെ റിലാക്സ് ചെയ്യാൻ നോക്കണം എന്നവൻ പറയുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ എൻ്റെ മാത്സ് ടെസ്റ്റിൽ എനിക്ക് നല്ല പ്രോഗ്രസ് ഉണ്ട്, അതുകൊണ്ട് മന്ത്ലി ടെസ്റ്റിൽ എനിക്ക് എൻ്റെ ലക്ഷ്യം നേടാൻ പറ്റുമെന്നാണ് തോന്നുന്നത് എന്ന് ഷിയാൻ പറഞ്ഞപ്പോൾ ഞാൻ അടുത്തില്ലെങ്കിലും നിനക്ക് നല്ല മാർക്ക് വാങ്ങാൻ പറ്റുമെന്നാണല്ലോ തോന്നുന്നത് എന്നവൻ പറഞ്ഞപ്പോൾ അതെ എന്ന് ഷിയാൻ ആദ്യം പറഞ്ഞെങ്കിലും പെട്ടെന്ന് തിരുത്തി നീ അടുത്തുണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി മികച്ച മാർക്ക് വാങ്ങാൻ പറ്റിയേനെ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട് സിയ പുഞ്ചിരിക്കുന്നു. ഇനി അകത്തേക്ക് പോയിക്കോളാൻ അവൻ വീണ്ടും പറഞ്ഞപ്പോൾ നീ ഉറപ്പായും നിന്റെ മത്സരത്തിൽ നല്ല റിസൾട്ട് വാങ്ങണം, ഞാൻ ഉറപ്പായും സയൻസ് ക്ലാസ്സിൽ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് അവൾ പോയത്. ഷിയാൻ പോയ പുറകിന് തന്നെ മെസ്സേജ് വരുന്ന ശബ്ദം കേട്ട് സിയ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കുറേ മിസ് കോൾസ് കിടക്കുന്നത് കാണുന്നു. അവൻ വേഗം തിരിച്ചോടുന്നുണ്ട്. ഷിയാൻ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് അകത്ത് കയറി മുറിയിലേക്ക് പോകാൻ തുടങ്ങിയെങ്കിലും ഹാളിൽ അവളെയും കാത്തിരിപ്പുണ്ടായിരുന്ന അമ്മ ലൈറ്റ് ഇടുന്നു. ഷിയാൻ ഞെട്ടി പുറകിലേക്ക് മാറിയിട്ട് അമ്മ എന്നെ പേടിപ്പിച്ചല്ലോ എന്ന് പറയുന്നു. വീട്ടിലേക്ക് വരണമെന്ന് നിനക്ക് അറിയാമായിരുന്നു അല്ലേ, ഇതാരുടെ ഡ്രസ്സാണ് നീ ഇട്ടിരിക്കുന്നത് എന്നൊക്കെ അമ്മ ഒട്ടും മയമില്ലാതെ ചോദിക്കുന്നു. എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ ആണ്, ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയതാണ് എന്നവൾ പറഞ്ഞപ്പോൾ മന്ത്ലി ടെസ്റ്റ് അടുത്തുന്ന കാര്യം മറക്കണ്ട, മാർക്ക് കുറഞ്ഞാലുള്ള കാര്യം അറിയാമല്ലോ എന്ന് അമ്മ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും എനിക്കറിയാമമ്മേ, ഞാൻ നന്നായി പഠിച്ചോളാമെന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോകുന്നു. അനുവാദമില്ലാതെ മതിൽ ചാടി പുറത്തു പോയതിന് സിയയ്ക്ക് മടങ്ങിയെത്തിയപ്പോൾ പണിഷ്മെൻറ്റ് കിട്ടിയിരുന്നു. ഗ്രൗണ്ടിന് ചുറ്റും 10 റൗണ്ട് ഓടാനുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത്. വീർത്ത് കുളിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഷിയാൻ്റെ കോൾ അവന് വന്നത്. കിതയ്ക്കുന്നത് അവൾ അറിയാതിരിക്കാൻ ശബ്ദം നിയന്ത്രിച്ചുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. നീ മടങ്ങിയെത്തിയോ, ടീച്ചർമാരുടെ ആരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞതൊക്കെ ഷിയാൻ ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ റൂമിലാണ്, ടീച്ചർമാരാരും ഞാൻ പോയത് അറിഞ്ഞതേ ഇല്ല എന്നവൻ കള്ളം പറയുന്നു. നിന്റെ ശബ്ദം കേട്ടപ്പോഴാണ് എനിക്ക് സമാധാനമായതെന്ന് ഷിയാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടവൾ ഫോൺ കട്ട് ചെയ്യുക പോലും ചെയ്യാതെ ഒളിപ്പിക്കുന്നു. ഇങ്ങനെയാണോ നീ പഠിക്കുന്നതെന്ന് ചോദിച്ച അമ്മ അവളെ വഴക്ക് പറയുന്നത് സിയെ ഫോണിലൂടെ കേൾക്കുന്നതിനാൽ അവൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഓട്ടം തുടരുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.